നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും ഫലങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1-ാമത്തെ രാശി മുതൽ 12-ാമത്തെ രാശി വരെ ക്രമേണ ഭോഗോദയമർത്ഥഹാനിം ജയം ഭയം ശോകമരാതിഭംഗം സുഖാന്യനിഷ്ടം ഗതമിഷ്ടസിദ്ധിം മോദം വ്യയം ച പ്രദദാതി ചന്ദ്രഃ. മാധവാചാര്യരുടെ മാധവീയത്തിലെ ഈ ശ്ലോകങ്ങൾക്കനുസരിച്ച് 12 രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിനങ്ങളും ഫലങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 8-ാം തീയതി ഞായറാഴ്ച മുതൽ 9-ാം തീയതി രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ധനനേട്ടം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനലാഭം, സൗഖ്യം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും 13-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി
തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ധനനഷ്ടവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനലാഭം, സൗഖ്യം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ആയതിനാൽ മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് പുണർതം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച മുതൽ 9-ാം തീയതി രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ധനനഷ്ടവും ഫലങ്ങളാകുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുവാനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, സൗഖ്യം, ധനലാഭം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭയത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുക. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം, മാർഗസഞ്ചാരത്തിൽ വിഘ്നം, സുഖമില്ലായ്മ, ആരോഗ്യം അത്ര തൃപ്തികരമല്ലാത്ത അവസ്ഥ എന്നിവ ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ
അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. ബുധനാഴ്ച രാത്രി 10 മണി മുതൽ ശനിയാഴ്ച രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭയത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുക. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ധനനഷ്ടവും ഫലങ്ങളാകുന്നു. ആയതിനാൽ ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതി രാവിലെ 9:30 വരെയും 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതി രാവിലെ 9:30 വരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ആയതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭയത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുക. അടുത്തത് വിശാഖം 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതി രാവിലെ 9:30 വരെയും 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതി രാവിലെ 9:30 വരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനാഗമനം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ
11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്ത് സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതി രാവിലെ 9:30 വരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും അതുപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് പുരുരുട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതി രാവിലെ 9:30 വരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു.
ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 11-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണി മുതൽ 14-ാം തീയതി ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം അഥവാ ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.